നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പേരാവൂരിൽ LDF സ്ഥാനാർത്ഥിയാകും. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കെ ശൈലജ ടീച്ചർ ഇപ്പോൾ പേരാവൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയാകും എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചറിന്റെ പേര് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി പേരാവൂരിലാണ് കെ ശൈലജ ടീച്ചർ മത്സരിക്കുക എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും തളിപ്പറമ്പിൽ മത്സരിക്കും. അതുപോലെ PK ശ്യാമളയും മത്സരിക്കും. ഇങ്ങനെ തുടങ്ങി സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ CPIMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ വെച്ചാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന പട്ടികയിലേക്ക് കടന്നത്. നേരത്തെ തന്നെ കെ ശൈലജ ടീച്ചർ മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും മണ്ഡലത്തെ ചൊല്ലി ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവർ നേരത്തെ മത്സരിച്ച് ജയിച്ചത് മട്ടന്നൂരിലായിരുന്നു. 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു അന്ന് വിജയിച്ചിരുന്നത്. പക്ഷേ മട്ടന്നൂരിൽ തൽക്കാലം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് എത്തിയോട് തന്നെ പേരാവൂരിൽ മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശം നേരത്തെ പാർട്ടിയുടെ ജില്ലാ ഘടകം ആവശ്യപ്പെട്ടിരുന്നു. ആ ജില്ലാ ഘടകത്തിൻ്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഒരു ചെറിയ പ്രതിസന്ധി നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോഴേക്കും കെ ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന വിവരം പാർട്ടിയെ അറിയിച്ചു. ഒപ്പം സന്നദ്ധ പ്രവർത്തിച്ചതിന് തൊട്ട് പിന്നാലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, നേരത്തെ പേരാവൂരിൽ ഇവർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ കടുത്ത ഒരു മത്സരത്തിലേക്ക് പേരാവൂർ നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം സണ്ണി ജോസഫ് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം KPCC അധ്യക്ഷനാണ്. അപ്പോൾ KPCC അധ്യക്ഷനും മുൻ ആരോഗ്യമന്ത്രിയും മത്സരിക്കുന്ന ഒരു മണ്ഡലമായി, ഒരു VIP മത്സരം നടക്കുന്ന മണ്ഡലമായി ഈ പേരാവൂർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു മട്ടന്നൂരിൽ നിന്നും കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത്. ആ ഭൂരിപക്ഷം ഇവിടെ ആവർത്തിക്കാൻ കഴിയില്ല എങ്കിൽ പോലും വിജയത്തിനപ്പുറം മറ്റൊന്നും തന്നെ CPIM പേരാവൂരിൽ പ്രതീക്ഷിക്കുന്നില്ല. KPCC ആകട്ടെ അവരുടെ അധ്യക്ഷനാണ്, KPCC അധ്യക്ഷനാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും തമ്മിൽ വാശിയേറിയ ശക്തമായ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മലയോര മേഖലകൾ കൂടി ഉൾപ്പെട്ടു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് പേരാവൂര്. അപ്പോൾ കുടിയേറ്റ കർഷകർ ഉൾപ്പെടെയുള്ളവർ ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സഹായം വലിയ രീതിയിൽ CPIMും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ പിന്തുണ കിട്ടുന്നവർ വലിയ തരത്തിൽ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ പേരാവൂരിലെ മത്സരം ഈ പ്രാവശ്യം വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമായിരുന്നു തളിപ്പറമ്പ്. പക്ഷേ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി ആയതുകൊണ്ട് തന്നെ നേതൃനിരയിലുള്ള ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ 14 ജില്ലകളുടെയും കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. ഒപ്പം തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട ചുമതലയും അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ മത്സരത്തിൽ നിന്നും തൽക്കാലം പിന്മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൽക്കാലം തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നു. പകരം PK ശ്യാമള അവിടെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയും CPIMന് വലിയ വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ്. കാരണം ആന്തൂർ ഉൾപ്പെടെയുള്ള നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കണ്ണൂരിലെ തളിപ്പറമ്പ്. അപ്പോൾ ഈ തളിപ്പറമ്പിലും പേരാവൂരിലും മട്ടന്നൂരിലുമൊക്കെ തന്നെ വലിയ തരത്തിൽ വാശിയേറിയ മത്സരമുണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തലശ്ശേരിയിലേക്ക് എത്തുമ്പോൾ നേരത്തെ AN ഷംസീർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. പകരം അവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് കാരായി രാജനാണ്. കാരായി രാജനെ സംബന്ധിച്ചോളം പാർട്ടിക്ക് ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പറ്റാത്തൊരു നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തലശ്ശേരിയിൽ പരിഗണിക്കുകയായിരുന്നു. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വളരെ സുരക്ഷിതമായ ഒരു സീറ്റെന്ന് വേണമെങ്കിൽ തലശ്ശേരിയെക്കുറിച്ച് പറയാൻ കഴിയും. അങ്ങനെ സുരക്ഷിതമായ 3 ഇടങ്ങളിൽ, അതായത് മട്ടന്നൂരിലും തളിപ്പറമ്പിലും ഒപ്പം തലശ്ശേരിയിലുമൊക്കെ തന്നെ മുതിർന്ന സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് എത്തുന്നു. ഒപ്പം പേരാവൂരിൽ വാശിയേറിയ മത്സരത്തിന് സാക്ഷിയാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലെ സെക്രട്ടേറിയറ്റ് യോഗം ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയതോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇനി സംസ്ഥാന സമിതിയുടെ അംഗീകാരമാണ് ലഭിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തപ്പെടും. എന്തായാലും നേരത്തെ തന്നെ
തന്നെ ഒരു പ്രതിസന്ധി പലരും പറഞ്ഞിരുന്നു. കെ ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിക്കാൻ സാധ്യതയില്ല, മത്സരിക്കുന്നെങ്കിൽ തന്നെ മട്ടന്നൂരിൽ വേണം എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനെല്ലാം അപ്പുറത്തായി പാർട്ടി നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പേരാവൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത കെ ശൈലജ ടീച്ചർ അറിയിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വിവരങ്ങൾ ആന്റണി ജിസ്റ്റോർ നൽകും. കഴിഞ്ഞ 25-നാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി